ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ ബ്ലൂംബർഗ് മാധ്യമം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ മറ്റൊരു തലത്തിലേക്ക് അവരുടെ ആക്രമണ ശൈലി മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വാട്ടർ പ്ലാന്റ്. മിഡിൽ ഈസ്റ്റിൽ വെള്ളമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവിടെ ക്രൂഡ് ഓയിലിനേക്കാളും ഏറ്റവും പ്രീഷ്യസ് ആണ് കുടിവെള്ളം. ഈ കുടിവെള്ളം പ്രോജക്റ്റുകൾ മിഡിൽ ഈസ്റ്റിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്, മെയിൻ പ്ലാന്റുകൾ. ഈ മെയിൻ പ്ലാന്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും മദർ പ്ലാന്റുകളാണ്. ഇത് ശരിക്കും കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമായിട്ട് മാറ്റുന്ന പദ്ധതിയാണ്. ഇതിൽ പല പ്രോജക്റ്റുകളിലും ഇസ്രായേലിൻ്റെ കമ്പനിയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നത്. ആ ഇസ്രായേൽ ടെക്നോളജി ശരിക്കും പല രാജ്യങ്ങളിലേക്കും സൗദി അറേബ്യയിലുള്ള തേർഡ് പാർട്ടി കമ്പനി വഴി, അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ മേഖലയിലുള്ള തേർഡ് പാർട്ടി കമ്പനികൾ വഴി, സ്വിറ്റ്സർലാൻഡ് കമ്പനികൾ, അങ്ങനത്തെ കമ്പനികൾ വഴി ഇസ്രായേലിൻ്റെ ടെക്നോളജിയാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പൊതുവിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് നടത്തുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഇതറിയാം. ഇപ്പം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഈ എണ്ണപ്പാടങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ ഈ ഓയിൽ ടാങ്കർ ഫ്ലീറ്റുകളായിക്കോട്ടെ, അതുപോലെ തന്നെ ഇവരുടെ എനർജി മേഖലയൊക്കെ ടാർഗറ്റ് ചെയ്താണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ. പക്ഷേ ഈ സാഹചര്യത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കുടിവെള്ളം. ഇതിലേക്കാണ് ഇപ്പോൾ അവർ എയിം ചെയ്യുന്നത്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ഒന്നും നോക്കാനില്ല എന്നുള്ള അവസ്ഥയാണ്. കാരണം IRGC റെജീം അത്രമാത്രം വീക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവരുടെ സുപ്രീം ലീഡറായിരുന്ന ആയത്തുൽ അലി ഖമനേയിയുടെ അഡ്വൈസറായിട്ടിരുന്ന ലാരിജാനിയാണ് ഇപ്പം സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പുറത്തുവിടുന്നത്. ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രസ്താവനകളാണ് ഇറാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. IRGCക്ക് ഒരു സ്പോക്സ് പേഴ്സണെ വെച്ചിട്ടുണ്ട് അവർ. ആ സ്പോക്സ് പേഴ്സൺ ആണെങ്കിൽ 500-ലധികം അമേരിക്കൻ സോൾജേഴ്സിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറാൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും യാഥാർത്ഥ്യമില്ല. എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്തയൊക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇറാൻ്റെ കാഷ്വാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ 1070 എന്നുള്ള നിലയിൽ എത്തിയിരിക്കുകയാണ് ഇറാൻ്റെ കാഷ്വാലിറ്റി. അതേസമയം ലെബനൻ്റെ ഉള്ളിലുള്ള കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ 50 ഇതുവരെ 50 കടന്നിട്ടുണ്ട് ലെബനൻ്റെ ഉള്ളിൽ കാഷ്വാലിറ്റി. ലെബനൻ്റെ ഉള്ളിലേക്ക് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഹെസ്ബുള്ള തിരിച്ചടിച്ചിട്ടുണ്ട്. ഹെസ്ബുള്ള തിരിച്ച് ഇസ്രായേലിൻ്റെ 2 ടാങ്കുകൾ, അതിലൊന്ന് ആർട്ടിലറി ഗൺ ഇൻടാക്ട് ചെയ്ത ടാങ്കാണ്. ഇത്തരത്തിലുള്ള ആംഡ് വെപ്പൺസിനെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേലിനെതിരെ ഹെസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് 2 സ്ഥലത്ത്. തീർച്ചയായിട്ടും ഇത് ഇസ്രായേൽ മുൻകൂട്ടി കണ്ടതാണ്. ഇറാനെ ആക്രമിക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്നും അവരുടെ പരമാവധി അറ്റാക്കിംഗ് പവർ അവർ കാണിക്കും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പരമാവധിയാണ് കേട്ടോ. അത് ഈ പരമാവധി 2 ടാങ്കറുകളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നത് ഇത്ര നാളും ഇസ്രായേൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ ഹെസ്ബുള്ളയുടെ മേളിൽ നടത്തി സമയാസമയങ്ങളിൽ അവരുടെ ആയുധശേഖരം ഗണ്യമായ രീതിയിൽ കുറച്ച് വെച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ലെബനൻ്റെ സൈഡിൽ നിന്നും ഹെസ്ബുള്ള താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് നടത്തുമായിരുന്നു. ഇനി ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ടെല്ലവീവിലേക്ക് ആക്രമണങ്ങൾ നടത്തിയതായിട്ട് പരക്കെ വീഡിയോ ഫേക്കായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ എല്ലാം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ പഴയ വീഡിയോകളാണ്. ഓൾഡ് വീഡിയോ ഫുട്ടേജസ് ആണ് എടുത്തെടുത്ത് വീണ്ടും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് താഴെയാണെങ്കിൽ കുറേ പോസിറ്റീവ് കമൻറ്റുകൾ, അതായത് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസിറ്റീവ് കമൻറ്റുകൾ, അതുപോലെ തന്നെ ടെല്ലവീവിൽ ഇരിക്കാൻ സ്ഥലമില്ല, കിടക്കാൻ സ്ഥലമില്ല, അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ് എന്നുള്ള നിലയിലാണ് പല ഫേക്ക് നറേറ്റീവ്സ് പുറത്തു വരുന്നത്. പക്ഷേ ടെല്ലവീവിലെ സിറ്റുവേഷൻ അതല്ല. ഇപ്പം ഞാനിവിടെ കാണിക്കുന്ന മാപ്പ് കണ്ടു കഴിഞ്ഞാൽ 4-ാം തീയതി മീൻസ് ഇന്നലെ ഈ ഒരേ ഒരു സ്പോട്ടിൽ മാത്രം ടെല്ലവീവിൽ ഈ നമ്പർ 1 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഏരിയയിൽ മാത്രമാണ് മിസൈൽ പതിച്ചത്. അതിലും ആളപായങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലാണ് ടെല്ലവീവിൻ്റെ സിറ്റുവേഷൻ. പക്ഷേ നേരെ മറിച്ച് ഇറാൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതല്ല സിറ്റുവേഷൻ. ഇറാൻ്റെ വീഡിയോ നമ്മൾ ഉടനീളം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആക്രമണങ്ങൾ തകൃതിയായിട്ട് നടക്കുകയാണ്. പക്ഷെ അതേസമയം ഇപ്പം ഇസ്രായേലും അമേരിക്കയും 2 സെക്ഷനായിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. ഇസ്രായേൽ ശരിക്കും ഇറാൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്തും അമേരിക്ക ശരിക്കും ഇറാൻ്റെ ബോർഡർ ഏരിയ ഫോക്കസ് ചെയ്തുമാണ് ഇപ്പം ആക്രമണങ്ങൾ നടത്തുന്നത്. അതിൽ അമേരിക്ക ഇന്ന് ബന്ദർ അബ്ബാസ്, അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ്, ഈ ഏരിയ ഫോക്കസ് ചെയ്താണ് അവർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇറാൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ഭീഷണി വരുന്നുണ്ട്. അത് കുർദുകളുടെ സൈഡിൽ നിന്നാണ്, ഇറാഖിൻ്റെ സൈഡിൽ. ഇറാഖിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഇർബിലുള്ള അമേരിക്കൻ ബേസിനെതിരെ ആക്രമണം നടന്നിട്ടുണ്ട്. അതുപോലെ വിക്ടോറിയ ബേസിലും ആക്രമണം നടന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇറാഖിൻ്റെ ഉള്ളിലുള്ള ഇറാൻ അനുകൂലികളായിട്ടുള്ള ഷിയ സപ്പോർട്ടേഴ്സ്, ആ മിലീഷ്യ ഗ്രൂപ്പാണ് ഇറാഖിൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇറാഖിൻ്റെ ഉള്ളിൽ ഇറാൻ്റെ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ മൊത്തം ആക്രമണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവിടെ അമേരിക്ക കൃത്യമായിട്ട് തിരിച്ചടിക്കുന്നുമുണ്ട്. ഇതെല്ലാം ബോർഡർ ഏരിയകളാണ്. പക്ഷേ അതേസമയം ഇപ്പം നമ്മൾ
ഈ മിലീഷ്യ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞിട്ട് നോക്കുന്നതിന് പകരം അതിന്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന കുർദ് റീജിയൻ ഉണ്ട്. ഈ കുർദ് റീജിയനിൽ കുർദുകൾ പല സെക്റ്റായിട്ട് പിരിഞ്ഞു കിടക്കുന്ന കുർദുകളുണ്ട്. പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഇവർ പിന്നീട് ഒരുപക്ഷെ ഇവർ തമ്മിൽ തല്ലുമായിരിക്കും, അത് വേറെ കാര്യം. ഈ കുർദുകൾ എന്ന് പറഞ്ഞ ടീം കുറേ ഉണ്ട്. ഇതിൽ PJAK എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് ഈ കുർദുകളിൽ, ഫ്രീ ലൈഫ് പാർട്ടി ഓഫ് കുർദിസ്ഥാൻ എന്നാണ്. ഇവർക്ക് ഏതാണ്ട് 3000 ഭടന്മാരുണ്ട്, 3000 പേര്. പിന്നെ KDPI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി, ഇവർ ശരിക്കും ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇറാനിയൻ കുർദിസ്ഥാൻ, ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇവർക്ക് ഏതാണ്ട് 2000 ഭടന്മാരുണ്ട്, 2000 സോൾജേഴ്സ്. പിന്നെ അടുത്തൊരു ഗ്രൂപ്പ് കുറച്ച് താരതമ്യേന കുറച്ച് ചെറുതാണ്, കൊമാല എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഈ കുർദിസ്ഥാൻ ഫോഴ്സിൽ ഇവരുടെ കോൺട്രിബ്യൂഷൻ 500 സോൾജേഴ്സ് ആണ്. ജമാഅത്തി ദാവ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവർക്കും താരതമ്യേന വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. 3000 സോൾജേഴ്സിനെയാണ് ഇവർ ഷെയർ ചെയ്യുന്നത്. പിന്നെ PAK എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്, ഇവർക്കും ഒരു 500 പേരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വിവിധ സെക്ടുകളിലാണ്. ഇനിയും കുറെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവർക്കെല്ലാം 100, 200, 300 ഇങ്ങനെ ആൾക്കാരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ചെറിയ ചെറിയ സെക്ടുകളാണ്. അവരവരുടെ ഗോത്രങ്ങളുടെ വലിപ്പം അനുസരിച്ചുള്ള കോൺട്രിബ്യൂഷനാണ് ഇവർ നൽകുന്നത്. സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഈ കുർദിസ്ഥാൻ ഫോഴ്സിൽ. അപ്പോൾ അത്തരത്തിൽ ഈ കുർദിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ഉള്ളിലേക്ക് ആ സൈഡിൽ ആക്രമണങ്ങൾ നടത്തിയിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഈ കുർദിസ്ഥാനികളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ഈ ബോർഡർ മേഖലയിൽ, ഈ ഇറാഖിന്റെ ബോർഡർ മേഖലയിൽ കുറെ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആയുധ ശേഖരങ്ങൾ തീർച്ചയായിട്ടും എന്നാണെങ്കിലും ഈ കുർദിസ്ഥാനുകാർക്ക് ഒരു ഭീഷണിയാണ്. ഈ ഇറാന്റെ ഈ ആയുധ ശേഖരം ഒരു ഭീഷണിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മേഖലയിൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഒരു ടീമുകളെയും ഇറാന്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ടില്ല, ഞങ്ങൾ ആർക്കും തന്നെ അങ്ങനത്തെ ഒരു റൈറ്റ് കൊടുത്തിട്ടുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്ക ഒരു ഫ്രാക്ഷണൽ ഗ്രൂപ്പിനും പെർമിഷൻ കൊടുത്ത് അകത്ത് കൊണ്ടുവരാറില്ല. ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതൊക്കെ CIA ആയിരിക്കും ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് ഏജന്റ് വഴി അവർ നടപ്പിലാക്കും. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കുർദുകൾക്ക് ഇറാൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. ശരിക്കും അമേരിക്കയ്ക്ക് ഒരു യുദ്ധം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്? സ്വാഭാവികമായിട്ട് കിട്ടുന്ന നേട്ടങ്ങൾ അവിടുത്തെ എണ്ണപ്പാടങ്ങൾ, ആ രാജ്യത്തിന്റെ അസറ്റ്, റെയർ എർത്ത് എലമെന്റ്സ്, ഇതുമാതിരി ഇപ്പോൾ ആ ട്രാൻസ്പോർട്ടേഷൻ റൂട്ട്, ഇതെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. ഒരു യുദ്ധം നടത്തി കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിന്ന് കിട്ടാവുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, ആ ബെനിഫിറ്റ്സ് അവരെടുക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കുർദിസ്ഥാൻ ആയാലും ബാക്കി എന്തായാലും. ഇനി നമ്മൾ ബാക്ക് ടു ദ സ്റ്റോറി, അതായത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള കടൽ വെള്ളം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, ആ പ്ലാന്റുകളിൽ ഏറ്റവും ആദ്യം ഒരു ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് കുവൈറ്റിലുള്ള പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. അൽസോർ സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ പ്ലാന്റ് ആണ് കുവൈറ്റിലുള്ളത്. ആ പ്ലാന്റ് ആണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ശരിക്കും കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ഉള്ളിൽ ബാലിസ്റ്റിക് മിസൈൽ സ്റ്റോക്ക് തീർന്നോ എന്നുള്ള ഡൗട്ട് പലർക്കും വരുന്നുണ്ട്. അങ്ങനെ ബാലിസ്റ്റിക് മിസൈൽ സ്റ്റോക്ക് തീർന്നിട്ടില്ല. പക്ഷേ അവരിപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ ഡ്രോൺ ആണ് അയക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇന്നലെ അമേരിക്കയുടെ സെൻകോമിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. സെൻകോമിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർ ഹെക്സത്ത്, അവിടുത്തെ വാർ സെക്രട്ടറിയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ സൂചിപ്പിച്ചത് 76% മാത്രമേ അവർക്ക് ഡ്രോണുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതുപോലെ 84% മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മിസൈൽ ഇമ്പാക്റ്റ് ഒരു 16% വിജയകരമായിട്ട് ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അതേസമയം ഡ്രോൺ അറ്റാക്ക് 26% ഇറാൻ വിജയകരമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്ക ഇത്രമാത്രം എഫിഷ്യന്റ് ആയിട്ട് ഇതിനെ തടഞ്ഞു എന്ന് പറയുമ്പോൾ, അവകാശപ്പെടുമ്പോൾ, അതിന് മറ്റൊരു വശമുണ്ട്. ആ വശം എന്ന് പറഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് വീക്ക് ആണെന്നുള്ളതാണ്. അപ്പോൾ ആ മേഖലയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാൻ ഏറ്റവും കൂടുതൽ ഡ്രോൺ ഉപയോഗിക്കുന്നത്. കാരണം ഡ്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ചിലവ് കുറവും, അതേസമയം കാര്യപ്രാപ്തി ഉണ്ട്, റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഡ്രോൺ അറ്റാക്ക് അവർ നടത്തുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രോൺ ആണ് അയക്കുന്നത്. ഇനിയും ഡ്രോണുകളായിരിക്കും അവർ ഏറ്റവും കൂടുതൽ വിന്യസിക്കാൻ പോകുന്നത്. പിന്നെ ബാലിസ്റ്റിക് മിസൈലുകളെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഉള്ളിൽ മറ്റൊരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പിന്റെ വീഡിയോ ഫുട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കൂ. ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ജസ്റ്റ് ലാൻഡാണ്. ആ ലാൻഡ് നമുക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ജസ്റ്റ് ഡെസേർട്ട് ലാൻഡാണ്. അതിന്റെ ഒരു സൈഡിൽ ജസ്റ്റ് ഇങ്ങനെ തറയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരികയാണ്. അത് വരുന്നതോടുകൂടി അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് മിസൈലാണ്. ഇത്തരത്തിലുള്ള മിസൈൽ ഹൈഡിങ് സെറ്റപ്പുകൾ ഇറാനിൽ ഉടനീളം പല സ്ഥലങ്ങളിലുമുണ്ട്. ഇതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി ഉയർത്താൻ പോകുന്ന വെല്ലുവിളി. ഈ വെല്ലുവിളിയെ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ട സ്ട്രാറ്റജി ആയിട്ട് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ പ്ലാൻ ചെയ്യേണ്ടത്. ഈ വീഡിയോ കണ്ടല്ലോ, ഇത്തരത്തിലുള്ള മിസൈൽ ഹൈഡിങ് സെറ്റപ്പുകൾ ഇറാന്റെ ഉള്ളിലുണ്ട്. IRGCയുടെ ഒരു തരത്തിലുള്ള കോൺഫിഡൻസിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 76% മാത്രമേ അമേരിക്കയ്ക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുപോലെ 84% മാത്രമേ ബാലിസ്റ്റിക് മിസൈലുകളെ നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇറാന്റെ IRGCക്ക് ആത്മവിശ്വാസം നൽകുന്നത്. പിന്നെ അതിലുപരിയായിട്ട് അവർ ഈ വാട്ടർ പ്ലാന്റുകൾ ഇപ്പം ടാർഗറ്റ് ചെയ്യാണ്.
ഇതിൽ ജുബൈയിൽ, ദോഹയിൽ, ഇവിടെയെല്ലാം പല സ്ഥലങ്ങളിലും ഈ വാട്ടർ പ്ലാന്റുകളുണ്ട്. ഞാനത് എന്നെ സ്പോട്ടിൽ എന്നെ വാട്ടർ പ്ലാന്റുകളുണ്ട് എന്നുള്ള ഒരു പിക്ചർ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് ഒരു പക്ഷേ ഒരു നോൺ ഡിസ്ക്ലോസർ പോളിസിക്ക് എതിരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഈ വാട്ടർ പ്ലാന്റ് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന മാതൃകയിലായിരിക്കും ആ പിക്ചർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിക്ചർ കൊടുക്കുന്നില്ല, പക്ഷേ ഇത്തരത്തിൽ വാർത്ത വരുന്നുണ്ട്. അതുപോലെ അമേരിക്ക 20+ വാർഷിപ്പുകൾ, ഇറാന്റെ വാർഷിപ്പുകൾ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൽ അവരുടെ ഡ്രോൺ ലോഞ്ച് ചെയ്യുന്ന ഏറ്റവും വലിയ വാർഷിപ്പ് വരെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ ക്ലെയിം. ഇറാൻ അതിനെ ഒന്നും അംഗീകരിക്കുന്നില്ല. പക്ഷേ ശരിക്കും അമേരിക്ക ഈ യുദ്ധക്കപ്പലുകൾ, ഈ സ്ട്രൈക്കർ ഷിപ്പുകളായിക്കോട്ടെ, അതേപോലെ തന്നെ ഇറാന്റെ പല ഷിപ്പുകളും അമേരിക്ക അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഒരു ഷിപ്പ് പോലും ഇറാൻ തൊട്ടിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ഷിപ്പിന്റെ ഒരു മൂലയിലോ അറ്റത്തിലോ എങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ചൈനയും റഷ്യയൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. അത് അപ്പോഴേ പബ്ലിഷ് ചെയ്ത് വലിയ സംഭവമാക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ ഒരു വാർഷിപ്പുകളിലും ഇറാന്റെ ഡ്രോണോ മിസൈലോ ഒരു ചെറിയ രീതിയിൽ പോലും സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നേരെ മറിച്ച് ഇറാന്റെ ഭാഗത്ത് 20ഓളം ഷിപ്പുകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു 4-5 ഡേയ്സിൻ്റെ ഉള്ളിൽ. ഇന്നലെ ശ്രീലങ്കയുടെ അടുത്ത് വെച്ചിട്ട് ഇറാന്റെ ഐരിസ് ദീൻ എന്ന് പറഞ്ഞ കപ്പൽ ആക്രമിക്കപ്പെട്ട് ആ കപ്പലിനെ അടിച്ച് മുക്കി, കടലിൻ്റെ ഉള്ളിൽ മുക്കിയിരിക്കുകയാണ് അമേരിക്ക. ഇതിനകത്ത് 180 പേരുണ്ടായിരുന്നു പറയുന്നുണ്ട്. ഏതാണ്ട് 30 പേരെ ശ്രീലങ്ക രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരെയും അമേരിക്ക എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആക്രമണം നടത്തിയത്. പക്ഷേ എന്തായാലും ശ്രീലങ്ക അവിടെ ഇടപെട്ട് 30 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എനിവേ, ഇപ്പൊ വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 180 പേരടങ്ങുന്ന ഈ വാർഷിപ്പ് യാത്ര നടത്തിയത് ഡീഗോ ഗാർസിയ എന്ന് പറഞ്ഞ ഐലൻഡിന്റെ ഡയറക്ഷനിലേക്കാണ്. ഈ ഡീഗോ ഗാർസിയ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അവിടെ അമേരിക്കയുടെ ബേസ് ഉണ്ട്. ആ അമേരിക്കൻ ബേസ്, അവിടെ B2 ബോംബർ ഉണ്ട്, അങ്ങനെ പല സ്ട്രാറ്റജിക് ബോംബേഴ്സ് ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനാണത്. ആ ലൊക്കേഷനിലേക്ക് കടന്നു ചെന്ന് ആ ഏരിയ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാർഷിപ്പ് അങ്ങോട്ട് പോയതെന്നാണ് ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റ്സ്. അപ്പം അതിനെതിരെയാണ് അമേരിക്ക സബ്മറൈൻ വെച്ചിട്ട് അതിനെ ടാർഗറ്റ് ചെയ്ത് ആക്രമണം നടത്തി അതിനെ അടിച്ചു കളഞ്ഞിരിക്കുന്നത്. ഇന്നലെ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഞങ്ങളുടെ കൺട്രോളിലേക്ക് വരികയാണ് ഫുള്ളായിട്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോയിഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോയിഡ് എന്ന് പറഞ്ഞ കമ്പനി ഇതിന്റെ ഇൻഷുറൻസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെയുള്ള യാത്ര റെഗുലറൈസ് ചെയ്യുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. മാക്സിമം 2 to 3 ഡേയ്സ്, ശരിക്കും 2 to 3 ഡേയ്സിനകത്ത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഫുൾ അമേരിക്കൻ കൺട്രോളിലേക്ക് വരുമെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഇനി നമുക്ക് കണ്ടറിയാം ഈ വിഷയങ്ങൾ. അപ്പോൾ എന്തായാലും മിഡിൽ ഈസ്റ്റിലെ ഡെവലപ്മെന്റുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാർത്തകൾ വരുന്നതനുസരിച്ച് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.